കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 73. രചന ശാലിനി EA. എറണാകുളത്തെ ഒരു ഫ്ലാറ്റ്. സമയം വൈകുന്നേരം 4 മണി കഴിഞ്ഞു. വാഷ്റൂമിൽ നിന്നും കുളി കഴിഞ്ഞ് ടർക്കി കൊണ്ട് തല തുവർത്തി ഡൈനിങ് ഹാളിലേക്ക് വരികയാണ് സുകുമാർ. അങ്കിൾ, ചായ എടുക്കട്ടെ? കിച്ചണിൽ നിന്നും ഒരു സ്ത്രീ സ്വരം. ആൻറ്റി വന്നിട്ട് പോരെ? എനിക്ക് മതി. അങ്കിളിനും അത് മതിയോ? അവളെൻ്റെ ഭാര്യയാണോ അതോ നിൻ്റെ ഭാര്യയാണോ? തൽക്കാലം എൻ്റെയല്ല. എൻ്റെയാണെന്ന് സമ്മതിച്ചോ? സമ്മതിച്ചേ. എങ്കിലെനിക്ക് അവൾ വന്നിട്ട് മതി. അല്ലെങ്കിലും ആരിപ്പോൾ നിർബന്ധിച്ചു? ഞാൻ കരുതി പെണ്ണിന് ഫോണിലൂടെ സംസാരിക്കുമ്പോൾ മാത്രമേ നാവിന് നീളമുള്ളൂ എന്ന്. നേരിൽ കണ്ടപ്പോഴും നാവിനൊരു കുറവുമില്ല. കണക്കായിപ്പോയി. സുകുമാർ ചിരിച്ചുപോയി. അയാൾക്കറിയാമായിരുന്നു വേദന മറയ്ക്കാനുള്ള ആവരണമാണ് നദിയുടെ വാക്കുപോരെന്ന്. അവളെ അതിനുള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാതിരിക്കുകയാണ് നല്ലതെന്ന് അയാൾക്കറിയാം. കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടതും സുകുമാർ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. പെട്ടെന്ന് അയാളെ മറികടന്ന് ഒരു കാറ്റ് പോകുന്നത് പോലെ അയാൾക്ക് തോന്നി. ഒരടി പിന്നിലേക്ക് വെച്ചതും നദി ഡോർ തുറന്നു കഴിഞ്ഞിരുന്നു. മുന്നിൽ നിർമ്മലയെ കണ്ടതും ആൻറ്റി എന്ന് വിളിച്ചും കൊണ്ട് നിർമ്മലയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു നദി. കയ്യിലുള്ള ലഗേജ് താഴെ വെച്ച് നിർമ്മല അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും അടർന്നു മാറാതെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നവൾ. കരയുകയാണെന്ന് മനസ്സിലായതും നിർമ്മല പതിയെ അവളുടെ പുറത്ത് തട്ടിക്കൊടുത്തു. കരയല്ല മോളെ, എല്ലാം ശരിയാവും. ഇന്നലെ ഇവിടെ വന്നതിന് ശേഷം ഇന്നീ നേരം വരെ ഒരു വിഷമവും വരാത്ത കുട്ടിയെ നീ വന്നിട്ട് എന്തിനാ വിഷമിപ്പിക്കുന്നു നിമ്മി? അവർക്കരികിലേക്ക് വന്നുകൊണ്ട് സുകുമാർ ചോദിച്ചു. അത് ശരി, ഇപ്പോൾ എനിക്കായ കുറ്റം? പിന്നല്ലാതെ. ഇന്നലെ ഞാനും എൻ്റെ കുട്ടിയും കൂടി എത്ര സന്തോഷത്തോടെ ആയിരുന്നു എന്നറിയോ? കളിയും ചിരിയും ഒക്കെയായി. ഇന്ന് നീ വരുന്നത് വരെ അതിനൊരു മാറ്റവുമില്ല. എൻ്റെ സുഖവേട്ട, ഞാൻ ശരിയാക്കിയെടുത്തോളാം എൻ്റെ കുട്ടിയെ. അതും പറഞ്ഞുകൊണ്ടവർ നദിയെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു. പിന്നാലെ നിർമ്മലയുടെ ലഗേജ് എടുത്തും കൊണ്ട് സുകുമാറും. സുകുമാരന് നേവിയിലാണ് ജോലി. 1 മാസം അയാൾക്ക് ലീവാണ്. സാധാരണ ലീവ് ടൈമിൽ നാട്ടിലെത്താറാണ് പതിവ്. അപ്പോഴേ സ്വന്തമായുള്ള വീട്ടിൽ അവർ താമസിക്കാറുള്ളൂ. അതുവരെ നിർമ്മല ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. നിർമ്മലയുമായി നദി അടുത്ത സമയം കൊണ്ട് തന്നെ നദി ഫോണിലൂടെ സുകുമാറുമായി നല്ല അടുപ്പത്തിലായി കഴിഞ്ഞിരുന്നു. കാർത്തിയുടെ ഡയറിയിൽ നിന്നും എല്ലാം അറിഞ്ഞ നിമിഷം മുതൽ നദി കരച്ചിലാണ്. സങ്കടങ്ങളൊക്കെ പറയുന്നത് മുഴുവൻ നിർമ്മലയോടും. ഒപ്പം ഫോണിലൂടെ സുകുമാറും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. നിർമ്മല ഇങ്ങനെയൊരു തീരുമാനമെടുത്തതിന് പിന്നിൽ സത്യപ്രതാപാണെന്ന് നദിക്കറിയില്ല. കുറച്ചു നേരത്തെ ആശ്വാസവാക്കുകൾ കൊണ്ട് നദി അല്പം നോർമലായി. പിന്നെ 3 പേരും കൂടി ഒരുമിച്ച് ചായ കുടിച്ചു. തിരുനന്തനത്ത് അപ്പോൾ ഒരു ചെറു മയക്കത്തിലായിരുന്നു കാർത്തി. കണ്ണു തുറക്കുമ്പോൾ ജാലകവാതിലിനരികിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് ചിലങ്ക. അവൻ ബെഡിൽ ചമ്രം പടിഞ്ഞിരുന്നു. ചില്ലു. ജനൽ കമ്പി പിടിച്ചും കൊണ്ടവൾ തിരിഞ്ഞു നോക്കി. ഇവിടെ വാ, എനിക്ക് സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും സംസാരിക്കാനില്ല. നിനക്ക് സംസാരിക്കാനുണ്ടോ എന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് സംസാരിക്കാനുണ്ടെന്നാ. അവൻ്റെ മുഖത്ത് ദേഷ്യം മിന്നി. നിങ്ങളുടെ സംസാരം കേൾക്കാൻ എനിക്ക് തീരെ മനസ്സില്ല. മനസ്സ് ഞാൻ വയ്പ്പിക്കാം. അത് കേട്ടതും അവൾ 2 കൈയും എളിയിൽ കുത്തിക്കൊണ്ട് ദേഷ്യത്തിൽ അവൻ്റെ നേർക്ക് തിരിഞ്ഞു നിന്നു. നിങ്ങൾ പറയുന്നതനുസരിക്കാൻ മനസ്സുള്ളവർ ഉണ്ടാകും, എന്നെ ആ കൂട്ടത്തിൽ പെടുത്തേണ്ട. അങ്ങനെ പറഞ്ഞും കൊണ്ടവൾ പുറത്തേക്ക് പോകാനൊരുങ്ങി. ഞൊടിയിടയിൽ എഴുന്നേറ്റ് കൊണ്ട് അവൻ ഡോർ ലോക്ക് ചെയ്തു. എന്നിട്ട് ഡോറിൽ ചാരി നിന്നു. മുന്നിൽ നിന്ന് മാറ്, ഇല്ലെങ്കിൽ മുന്നിൽ നിന്ന് മാറാൻ. അതും പറഞ്ഞും കൊണ്ടവൾ കാർത്തിയെ ഒരു വശത്തേക്ക് തള്ളി. എന്നാൽ പാറക്കല്ല് പോലെ ഉറച്ചു നിൽക്കുന്നവനെ 1 ഇഞ്ച് പോലും നീക്കാൻ അവളെ കൊണ്ടായില്ല. മാറുന്നുണ്ടോ? എനിക്ക് പുറത്തേക്ക് പോകണം. അവളുടെ ചുണ്ടുകൾ ദേഷ്യം കൊണ്ട് വിറച്ചു. എനിക്ക് മനസ്സില്ല. മാറ്റാൻ പറ്റുമെങ്കിൽ നീ ഒരു കൈ നോക്ക്. ചുമ്മാ കളിക്കാൻ നിൽക്കല്ലേ. എനിക്ക് ദേഷ്യം വന്നാൽ ഞാനെന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. നിന്റെ ദേഷ്യം എത്രത്തോളം വരുമെന്ന് എന്നേക്കാൾ കൂടുതൽ അറിയുന്നവർ ആരുണ്ട്? ദേഷ്യം കാട്ടിയിട്ടുണ്ട് ഞാൻ. അതെല്ലാം എൻ്റെ ഒരേട്ടനെ പോലെ കണ്ടതുകൊണ്ടല്ലേ. നിങ്ങളെ ഞാൻ ഒരിക്കൽ പോലും വേറൊരു കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലല്ലോ. ചതിയനാ, ഉള്ളിൽ കുരുട്ടുബുദ്ധി നിറച്ചു വെച്ച ചതിയൻ.
അവളുടെ മുഖത്ത് ദേഷ്യവും സങ്കടവും ഒരുപോലെ മിന്നിമറഞ്ഞു. ചില്ലു, നിന്നോട് എങ്ങനെ സോറി പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സിലുള്ള വികാരങ്ങളും വിചാരങ്ങളും എന്തെന്ന് ഞാൻ ആരോടും ഷെയർ ചെയ്തിട്ടില്ല. ജീവിതത്തിൽ ഒരു പാർട്ട്ണർ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതിനുള്ള കാരണം ഒന്നേ ഉള്ളൂ, നിനക്ക് പകരം മറ്റൊരാളെ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കാത്തതുകൊണ്ട്. ഒരു ജീവിതം പൂർണ്ണമാകുന്നത് വിവാഹം കഴിച്ചത് കൊണ്ടല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വിവാഹം കഴിക്കില്ലെന്ന് ഉറപ്പിച്ചിരുന്നു. എൻ്റെ മനസ്സിലെ ചിന്തകളും സന്തോഷവും സങ്കടവും വേദനകളും ഞാൻ പങ്കുവച്ചിരുന്നത് എൻ്റെ ഡയറിയിലാണ്. ആരോടെങ്കിലും പറഞ്ഞു പോയാൽ അത് മറ്റുള്ളവരിലേക്ക് പടർന്നു പോകുമല്ലോ എന്ന് പേടിച്ചാണ് ഞാൻ അതെൻ്റെ ഡയറിയിലും മനസ്സിലുമായി കൊണ്ടു നടന്നത്. ദത്തൻ ചെയ്തത് ചതിയായിരുന്നില്ലെങ്കിൽ, അവൻ ആത്മാർത്ഥമായി തന്നെ നിന്നെ വിവാഹം കഴിക്കാൻ വന്നതാണെങ്കിൽ നിങ്ങളുടെ കല്യാണം ഏറ്റവും സന്തോഷത്തോടെ മുന്നിൽ നിന്ന് ഞാൻ നടത്തി തരുമായിരുന്നു. കാരണം നിൻ്റെ കണ്ണു നിറയുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. നിൻ്റെ ജീവിതത്തിൽ നീ എന്നും സന്തോഷവതിയായിരിക്കണം. ഇഷ്ടപ്പെട്ടത് സ്വന്തമാക്കുന്നതല്ല ചില്ലു സ്നേഹം, ഇഷ്ടപ്പെട്ടവരുടെ സന്തോഷത്തിനൊപ്പം നിൽക്കുന്നതാണ്. ഏട്ടൻ്റെ കുഞ്ഞിനോട് ഏട്ടനൊരു കാര്യം പറയട്ടെ, അവൻ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ചിലങ്ക ആ കൈ ദേഷ്യത്തോടെ കുടഞ്ഞെറിഞ്ഞു. കാർത്തിയുടെ മുഖത്ത് വേദന നിറഞ്ഞ ചിരി മിന്നിമറഞ്ഞു. അവനൊന്ന് നെടുവീർപ്പിട്ടതിന് ശേഷം തുടർന്നു. ഏട്ടനീ താലി കെട്ടിയതിൻ്റെ പേരിൽ എൻ്റെ കുട്ടി സങ്കടപ്പെടരുത്. ഇത് വെറുമൊരു ലോഹത്തുണ്ട് മാത്രമാണ്. ഇതിനുള്ളിലെ സ്നേഹമോ പ്രണയമോ ഒന്നുമില്ല. ഒരാൾ അത്രമേൽ പ്രണയത്തോടെ താലി കെട്ടുമ്പോഴും മറ്റേയാൾ അതിലേറെ തീവ്രതയോടെ ആ താലി സ്വീകരിക്കുമ്പോഴുമാണ് ആ ബന്ധം പവിത്രമാകുന്നത്. നമുക്കിടയിൽ അങ്ങനെയൊന്നില്ലാത്തതിനാൽ അന്ന് നടന്നൊരു വിവാഹമായി അംഗീകരിക്കേണ്ടതില്ല. 6 മാസം കഴിഞ്ഞാൽ നമുക്ക് നിയമപരമായി കോടതി മുഖേന ഡൈവോഴ്സ് നേടാം. അതുവരെ നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. അവൾ മിഴികൾ ഉയർത്തി അവനെ നോക്കി. ആ മിഴികളിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ തന്നോടുള്ള ചോദ്യങ്ങളാണെന്ന് അവനറിയാം. ബാംഗ്ലൂരിലെ നമ്മുടെ കോളേജിൽ നിനക്ക് MBA ചെയ്യാനുള്ള അഡ്മിഷൻ ഞാൻ എടുത്തു കഴിഞ്ഞു. മറ്റന്നാൾ, അതായത് ശനിയാഴ്ച, നിനക്ക് ഇവിടെ നിന്നും പുറപ്പെടാം. അവിടെ ഹോസ്റ്റലിൽ താമസ സൗകര്യവും റെഡിയാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങും. പോകുമ്പോൾ കഴുത്തിലെ താലി ഒരു അലമാരയ്ക്കുള്ളിൽ വെച്ചേക്കണം. ശനിയാഴ്ച ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്. കൂടെ ബദ്രിയും ഉണ്ടാകും. അവൻ നിന്നെ അവിടെ പരിചയപ്പെടുത്തിയിട്ട് തിരിച്ചു വരും. നാളെ ബദ്രിയും വരും. പുറത്തു പോയി നിനക്ക് എന്താണ് വേണ്ടതെങ്കിൽ എല്ലാം വാങ്ങിച്ചേക്കണം. എല്ലാം നമ്മുടെ കടകളിൽ നിന്ന് തന്നെ വാങ്ങിക്കണം. അവൻ്റെ കയ്യിൽ നിന്നും പണം മുടക്കരുത്. പിന്നെ അവനൊന്ന് ശ്വാസം ഉള്ളിലേക്ക് ആഞ്ഞു വലിച്ചു. ഇനി എന്താണ് അവൻ പറയുന്നത് എന്ന് കേൾക്കാൻ അവളും മിഴികൾ ഉയർത്തി. നിന്നോട് തെറ്റായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്ക്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടാകില്ല. എന്നെ കാത്തു നിൽക്കേണ്ട കാര്യവുമില്ല. ബദ്രി വന്നാൽ അവനോടൊപ്പം പോയിക്കൊള്ളും. പിന്നീടൊന്നും പറയാൻ നിൽക്കാതെ കാർത്തി വാഷ്റൂമിനുള്ളിലേക്ക് കയറിപ്പോയി. ഒന്ന് ഫ്രഷായി തിരിച്ചിറങ്ങി വരുമ്പോഴും ചില്ലു നിന്നിടത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അവൾ എന്ന ഒരാൾ അവിടെ ഇല്ലെന്ന് തന്നെ മനസ്സിലുറപ്പിച്ചുകൊണ്ട് അവൻ ഒരു ട്രാവൽ ബാഗിൽ കുറച്ച് ഡ്രസ്സുകൾ അടക്കി വെച്ചു. ശേഷം ഡ്രസ്സ് മാറ്റുന്നതിനായി ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോയി. ഡോറിനടുത്തുള്ള വാളിൽ ചാരി നിന്നുകൊണ്ട് ചിലങ്ക കാർത്തി ചെയ്യുന്നതെല്ലാം നോക്കി നിൽക്കുകയാണ്. ട്രോളി ബാഗ് തോളിലൂടെ പുറത്തേക്കിട്ട് മേശപ്പുറത്തിരിക്കുന്ന വാലറ്റും ഫോണും എടുത്ത് പോക്കറ്റിലേക്ക് വെച്ച് അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് നടന്നു. ചിലങ്കി എന്നൊരാൾ അവിടെ നിൽക്കുന്നത് പോലും പിന്നീട് അവൻ്റെ ശ്രദ്ധയിൽ പതിഞ്ഞില്ല. എന്നല്ല, മനഃപൂർവ്വം ശ്രദ്ധിച്ചില്ല. അവൻ പോയതും അവൻ്റെ പെർഫ്യൂമിൻ്റെ ഗന്ധം മാത്രം ആ മുറിക്കുള്ളിൽ നിറഞ്ഞു നിന്നു. മുഖം പൊത്തിക്കരഞ്ഞുകൊണ്ട് ചിലങ്ക ചുമരിലൂടെ താഴേക്ക് ഊർന്നിരുന്നു. എവിടെയും പോകാനുള്ള പ്ലാനിങ്ങോട്ടോ കൂടിയ ഒരു പോക്ക് ആയിരുന്നില്ല കാർത്തിയുടേത്. ചിലങ്ക പോകുന്നത് വരെ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. 6 മാസത്തിന് ശേഷം മാത്രമേ ചിലങ്കയെ നാട്ടിൽ വരാൻ അനുവദിക്കൂ. അപ്പോഴേക്കും അവൾ മറ്റൊരാളായി കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ സ്വയം അവൾ മാറിയില്ലെങ്കിൽ മാറ്റിയിരിക്കും കാർത്തി. അവൻ്റെ മനസ്സിൽ 2 ദിവസം കൊണ്ട് അവൻ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കുള്ള ആദ്യപടിയാണ് ചിലങ്കയുടെ അഡ്മിഷനും ബാംഗ്ലൂരിലേക്കുള്ള പറിച്ചു നടലും. ലക്ഷ്യബോധമില്ലാതെ കാറിൽ സ്വയം ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ പലവിധ ചിന്തകളാൽ മുഖരിതമായിരുന്നു അവൻ്റെ മനസ്സ്. അവനൊന്നുറക്കെ കരയാൻ തോന്നി. ജീവിതത്തിൽ തോറ്റുപോകുന്നത് പോലൊരു തോന്നൽ. ക്യാൻസർ എന്ന മാരകമായ അസുഖം വന്ന് ജീവിതത്തോട് പോരാടിച്ച് തോറ്റുപോയ പാവ സ്ത്രീ എൻ്റെ അമ്മ. പലവട്ടം സ്കൂളിലേക്ക് കാണാൻ വന്ന അമ്മയെ ആട്ടിയോടിച്ച മകൻ ഒരു ദയവുമില്ലാതെ. ഇന്നോർക്കുമ്പോൾ തെറ്റ് ചെയ്തു പോയല്ലോ എന്നോർത്ത് മനസ്സ് വീണ്ടും കീറുന്നു. ആ മുറിവിൽ നിന്നെല്ലാം രക്തം പൊടിയുന്നു. സഹിക്കാൻ വയ്യാത്ത വേദനയാൽ കാർത്തി ഒന്ന് പുളഞ്ഞു. ഒടുവിൽ കയ്യിൽ കിട്ടിയ മാണിക്യം തൻ്റെ കുഞ്ഞോള്. അവളെയും വിധി നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ.
അവൻ ഫോണെടുത്ത് കുറച്ചു മുൻപ് നിർമ്മല സുകുമാർ അയച്ചു കൊടുത്ത നദിയുടെ ഫോട്ടോസ് എടുത്തു നോക്കി. പലതിലും അവളുടെ ചിരിച്ച മുഖമാണ്. കുറച്ചുനാൾ നിർമ്മലയുടെ കൂടെ തൻ്റെ കുഞ്ഞോൾ സന്തോഷവതിയായിരിക്കട്ടെ എന്ന് അവൻ ചിന്തിച്ചു. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തപ്പോൾ അവൻ്റെ മിഴികൾ ഡിസ്പ്ലേയിലേക്ക് തിരിഞ്ഞു. ഫിലിപ്പ് കോളിംഗ്. ഫോണെടുത്ത് ഫിലിപ്പിൻ്റെ സ്വരം കാതുകളിലേക്കെത്തി. സാർ, സുഭദ്ര എന്ന സ്ത്രീ സാറിൻ്റെ ആരാണെന്ന് പറഞ്ഞത്? അച്ഛൻ്റെ അപ്പച്ചിയുടെ മകളാണ്. എന്തേ? അവർ വിവാഹിതയാണോ? അല്ല. എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ നഷ്ടപ്പെട്ട സമയങ്ങളിലെല്ലാം എന്നെ വളർത്തിയത് ചിറ്റയാണ്. ആ ഒരു സ്നേഹം എനിക്ക് ചിറ്റയോടുണ്ട്. ഫിലിപ്പിൻ്റെ മൂളലിൽ ധനം നിറഞ്ഞിരുന്നു. ചിറ്റ വിവാഹിതയാണെന്ന് ഫിലിപ്പ് ചോദിക്കാൻ കാരണമെന്താ? കാരണമുണ്ട് സർ. ഫിലിപ്പിൻ്റെ പതിഞ്ഞ ചിരി കാർത്തി ഫോണിലൂടെ കേട്ടു. എന്താണത്? അവർ വിവാഹിതയാണ് സർ. 1-2 വർഷത്തെ കണക്കല്ല, 22 വർഷം മുൻപ്. അവരുടെ ഹസ്ബൻഡിൻ്റെ പേര് ജയചന്ദ്രൻ. ജയചന്ദ്രൻ്റെ വീട്ടുകാർക്കും സുഭദ്രയുടെ വീട്ടുകാർക്കും അവരുടെ വിവാഹത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അതീവ രഹസ്യം. കാർത്തിയുടെ കാൽ ബ്രേക്കിൽ അമർന്നു. തിരക്കുള്ള റോഡിൽ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ കാർ നിന്നു. തുടരും കഥയുടെ അടുത്ത ഭാഗം.